പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 42ൻ്റെ ആദ്യ ദിനം അവസാനിച്ചിരിക്കുന്നു. മെയിൻ ഇവൻറ്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് റാൻഡി ഓർട്ടനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ മത്സരശേഷം സെലിബ്രേറ്റ് ചെയ്യുന്ന കോഡി റോഡ്സിൻ്റെ കയ്യിൽ നിന്ന് ആ ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കൊണ്ട് റാൻഡി ഓർട്ടൻ കോഡി റോഡ്സിനെ ആ ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ച് ആക്രമിക്കുന്നതും പിന്നീട് റാൻഡി ഓർട്ടനെ മാറ്റി നിർത്തിയിട്ടുണ്ട് പൺ കിക്ക് എന്ന് പറയുന്ന മുൻപൊക്കെ റാൻഡി ഓർട്ടന്റെ വില്ലൻ കഥാപാത്രത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവ് കോഡി റോഡ്സിനെതിരെ റാൻഡി ഓർട്ടൻ പ്രയോഗിക്കുന്നതും ആ ചാമ്പ്യൻഷിപ്പ് എടുത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ക്ലോസിംഗ് ഷോട്ടുമാണ് റസൽമേനിയ 42ൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതിന് ശേഷമുള്ള കുറച്ച് അപ്ഡേറ്റ്സ് നിലവിൽ WWEയും മറ്റ് വീഡിയോ ഫുട്ടേജുകളിലൂടെയും മറ്റായിട്ട് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ WWEയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് കോഡി റോഡ്സിൻ്റെ കണ്ണിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ പോസ്റ്റ് ഷോയിൽ WWE ഒഫീഷ്യൽ പറയുന്നത് കോഡി റോഡ്സ് എന്ന നിലവിലെ ചാമ്പ്യനെ കൺകഷൻ പ്രോട്ടോക്കോളിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ കോഡി റോഡ്സ് ഇനിയുള്ള ചില പ്രോഗ്രാമുകളിലൊന്നും WWE അപ്പിയർ ചെയ്യില്ല. ആ പ്രോഗ്രാമുകളൊക്കെ ക്യാൻസൽ ചെയ്തു. ചില ഒരു ഫാൻസിന് ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ റസൽമേനിയ 42ൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കോഡി റോഡ്സിൻ്റേതായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി തന്നെ കോഡി റോഡ്സിന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്സ്. റാൻഡി ഓർട്ടൻ്റെ പൺ കിക്ക് എന്ന് പറയുന്ന മൂവ് കിട്ടിയതിന് ശേഷമാണ് കോഡി റോഡ്സിൻ്റെ കണ്ണിന് വലിയ രീതിയിലുള്ള ഒരു പരിക്ക് പറ്റിയത് എന്നുള്ളത് ഒരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അതിലല്ല, കോഡി റോഡ്സ് കട്ടർ എന്ന് പറയുന്ന മൂവ് അവസാന നിമിഷം റാൻഡി ഓർട്ടനെതിരെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ റാൻഡി ഓർട്ടൻ അതിനെ RKO ചെയ്തിട്ട് കൗണ്ടർ ചെയ്യുന്ന ഒരു മൂവാക്കിയിട്ട് ചെയ്തു. അപ്പോൾ അവിടെയാണ് കോഡി റോഡ്സിൻ്റെ തല പൊട്ടുന്നതായിട്ടും ചോര വരുന്നതായിട്ടും കണ്ണിന് ഇഞ്ചുറി പറ്റുന്ന രംഗങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും WWE ഇത് പൺ കിക്കിലൂടെ സംഭവിച്ച ഇഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മൂവ് കോഡി റോഡ്സിനെതിരെ പ്രയോഗിക്കുന്ന റാൻഡി ഓർട്ടൻ്റെ ഇതാണ് യഥാർത്ഥ റാൻഡി ഓർട്ടൻ്റെ വില്ലൻ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡപ്പ് ആയിരിക്കും ഇവരുടെ സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ WWE ഉദ്ദേശിക്കുന്ന ഒരു രംഗങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും റസൽമേനിയ 42 കഴിയുന്നതിന് ശേഷം കോഡി റോഡ്സിനെ ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്തതായിട്ടുള്ള കുറച്ച് വീഡിയോ ഫുട്ടേജുകൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചുറി റിയൽ ആണ്, അത് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ല. എന്തായാലും നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും റാൻഡി ഓർട്ടനും തമ്മിലുള്ള സ്റ്റോറി തന്നെയായിരിക്കും ഇനിയുള്ള വീക്ക്ലി എപ്പിസോഡുകളിലും ഇനി വരാൻ പോകുന്ന ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. ഇനി റാൻഡി ഓർട്ടൻ്റെ കൂടെ പാറ്റ് മക്ഫി ഉണ്ടായിരിക്കില്ല എന്നുള്ളത് 100% ഉറപ്പായിരിക്കുന്നു. പാറ്റ് മക്ഫി പറഞ്ഞത് റാൻഡി ഓർട്ടൻ പരാജയപ്പെട്ടാൽ താൻ റസ്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഇനി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നടക്കാൻ പോകുന്നു. കൂടാതെ റാൻഡി ഓർട്ടനുമായിട്ട് രൂപീകരിച്ച ഇവരുടെ ടീം അത് റസൽമേനിയ 42ലൂടെ അവർ അവസാനിപ്പിച്ചിരിക്കുന്നു. പാറ്റ് മക്ഫി ആ റഫറിയുടെ യൂണിഫോമൊക്കെ ഇട്ട് വന്നപ്പോൾ പാറ്റ് മക്ഫി റാൻഡി ഓർട്ടൻ വിജയിക്കുന്ന രീതിയിലേക്ക് കൗണ്ട് ചെയ്തില്ല. ഇതിലുള്ള ഒരു ദേഷ്യത്തിൽ റാൻഡി ഓർട്ടൻ പാറ്റ് മക്ഫിയെ RKO ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ പാറ്റ് മക്ഫിയെ ഒഴിവാക്കാനുള്ള WWE തന്ത്രവും അവർ റസൽമേനിയ 42ൻ്റെ ആദ്യ ദിനത്തിൽ മെയിൻ ഇവൻറ്റിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് റസൽമേനിയ 42ൻ്റെ ആദ്യ ദിനത്തിൽ കൊടുത്തിട്ടുള്ളത്. റാൻഡി ഓർട്ടനെ കോഡി റോഡ്സ് തുടങ്ങിയവരുടെ ഈ ഒരു സ്റ്റോറി ഇനി മിക്കവാറും കൊണ്ടുപോകാൻ പോകുന്നത് റാൻഡി ഓർട്ടൻ 15ാമത്തെ തവണ WWE ചാമ്പ്യൻ ആകുന്ന രീതിയിലേക്ക് തന്നെയായിരിക്കും എന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു മത്സരത്തെ സംബന്ധിച്ച് നമുക്ക് പങ്കുവെക്കാനുള്ള മറ്റൊരു അപ്ഡേറ്റ്, ഈ മത്സരം ഉടനീളം വീക്ഷിച്ച ആളുകൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുള്ള ഒരു പോയിൻ്റ് ആയിരിക്കും. മത്സരത്തിൻ്റെ ഒരു ആരംഭത്തിന് ശേഷം റാൻഡി ഓർട്ടനെ ഫേസ് ആക്കിയിട്ടും കോഡി റോഡ്സിനെ ഹീലാക്കിയിട്ടും അവർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതായത് കോഡി റോഡ്സ് റാൻഡി ഓർട്ടൻ്റെ പിറകുവശത്തെ ആ പെയിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നതും കുറച്ചധികം മൂവ്സ് റാൻഡി ഓർട്ടൻ വില്ലൻ കഥാപാത്രത്തിൽ നിന്ന് ചെയ്യുന്നത് പോലെ കോഡി റോഡ്സ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ കോഡി റോഡ്സിനെ വില്ലനാക്കുന്നു, അല്ലെങ്കിൽ റാൻഡി ഓർട്ടനെ പോലെ തന്നെ താൻ വില്ലനായാലാണ് റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ള സ്റ്റെഫനി വിക്മാൻ്റെ വാക്കുകളൊക്കെ കോഡി റോഡ്സ് മനസ്സിൽ കൊണ്ടുവന്ന് അദ്ദേഹം റാൻഡി ഓർട്ടനെ പോലെ വില്ലനായിട്ട് റാൻഡി ഓർട്ടനെതിരെ മത്സരിക്കുന്നതായിട്ടും അവർ ഈ മത്സരത്തിനിടയിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാച്ച് സ്റ്റോറി
ക്യാരക്ടർ സ്റ്റോറിയൊക്കെ ഈ മത്സരത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു സ്ലോ പേസ് മാത്രമായിരുന്നു മത്സരത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരാധകർക്കും ഈ മത്സരം ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് മത്സരത്തിൻ്റെ ഒരു എൻഡിങ്ങും ആളുകൾക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനിടയിലാണ് കോഡി റോഡ്സിന് ഇഞ്ചുറി പറ്റുന്ന ഒരു വാർത്തയും നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റസൽമീനിയ 42 ആദ്യ ദിനത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.